ഈഫൽ ടവർ സരിതാര വീടിന്റെ തൊട്ടടുത്ത് വണ്ടി ഓഫ് പേടിപ്പിക്കല്ലേ ജലിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഭീകരവാദിയെ കണ്ടാലും തോന്നും ഞാനല്ലേ ഇത് പണിത്. അശ്ശോ ഇനി നമുക്ക് ഇവിടുന്ന് പോവാന്ന് ബിസി മാൻ. മതസൗഹാർദ്ദം തന്നെയല്ല, ഒരു സഹോദര ബന്ധം, സ്നേഹം. അച്ഛൻ തവിട് പൊടിയേ ഭയങ്കര ചുമയായിരുന്നു. ഈ നടുവില് പാത്തിങ്ങ 2 പീസാ സ്പോഞ്ച്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതാര വീടിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ആളുകളെയൊക്കെ നമ്മൾ കണ്ടമാനം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സരിതാര വീട്ടിലത്തെ സരിത ഇവിടുന്ന് പോന്നിട്ട് 21 കൊല്ലം കഴിഞ്ഞു. എത്ര കൊല്ലം കഴിഞ്ഞു? 21 കൊല്ലായില്ലേ? അല്ല അപ്പൊ ഇവിടെ ഉള്ളവരെ പരിചയപ്പെടുത്താൻ പോവാ ചേട്ടൻ? അല്ല, ഞാൻ പറഞ്ഞു ഇവിടുത്തെ പരിചയപ്പെടുത്തല്ല. അപ്പൊ ഇവിടെ സംഭവം ഉണ്ട് പരിചയപ്പെടുത്താനുള്ള കാരണം പറയുന്നേ. മാതൃഭൂമി പേപ്പർ കണ്ടിട്ടുണ്ടാവും. എന്താ ഇങ്ങോട്ട് പോന്നമ്മ? നമ്മുടെ ഈഫൽ ടവർ സരിതാര വീടിന്റെ തൊട്ടടുത്ത് ഇവരെ മെയിൻ കേന്ദ്രമായ പാറപ്പുറത്ത് കുറുക്കഞ്ചേരി പൂരത്തിന് പൂരം എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത് ഈഫൽ ടവർ പണിതിട്ട് ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറുക്കഞ്ചേരി പൂരത്തിന് പറയുന്നുട്ടാ കണ്ണംകുളങ്ങരയുടെ സെറ്റ് ഉണ്ട് 3 ആനയ്ക്ക്. എന്താ പറ എടുക്കണത് അത് ഇവിടെ നിൽക്കുന്നു മാത്രം കേട്ടാ. അപ്പൊ അത് കാണാനാണ് ഞങ്ങള് വന്നത്. അപ്പൊ അവിടെ കുറെ പേരെ സരിതര നാട്ടുകാരും ഇവരെയൊക്കെ പരിചയപ്പെടുത്താറ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിന് പ്രസക്തിയില്ല. കുട്ടീനെ തളർത്തല്ലേ നല്ല ഭംഗിയിൽ വന്നപ്പോ അല്ലേ ഈ മാമന്തൂരെ പറയണ ജലിച്ചേട്ടൻ വരുന്നുണ്ട്. ജലിച്ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. വന്നോ? ഒന്നുമില്ല പേടിക്കണ്ട. ഒന്ന് നിർത്തി. നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ പേടിപ്പിക്കല്ലേ ആള് ചെയ്തോളും പാവാ. ഇതാണ് ജലിച്ചേട്ടൻ. ജലിച്ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. നമ്മളെ എത്ര പേര് കണ്ടിട്ടുണ്ട് ചേട്ടാ? അത് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അത് അടിപൊളി ബിരിയാണിയാണ് കേട്ടാ. ഞങ്ങൾ പിന്നെയും അത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപൂർവമായി കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അതേ അളവ് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലാറ്റിന്റെ അപ്പുറത്തെ ഇപ്പൊ ഇവിടുന്ന് മാറി അല്ലേ? മാറി. എന്റെ ഒരു ഉഷാറില്ലാത്ത ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചു നിന്നോടുന്ന ആളാണല്ലോ. പല്ലുവേദന? അതെ. വീട് മാറുന്നതിന്റെ നല്ല വിഷമുണ്ട്. ജനിച്ചു വളർന്ന മണ്ണും വീടും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതിലുള്ളൊരു വിഷമുണ്ട്. അതെ. ഇവിടുന്ന് താമസം മാറിയിട്ട് കുറച്ച് നാളായിട്ട് ആള് ഇവിടെ കിടന്ന് കറങ്ങുക അല്ലേ? പോവാൻ തോന്നുന്നില്ലേ? ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ 1 മാസമൊക്കെ ഇല്ലേ? വടൂക്കരയാ ഇവിടുന്ന് പോയിട്ട് അല്ലേ? അതെ. അങ്ങനെ അപ്പൊ ജലീലിക്ക എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ്സ് വന്നോടുന്നതില്. പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തിൽ ജലിച്ചേട്ടന്റെ ചേട്ടനുണ്ട് സെലിച്ചേട്ടൻ. അപ്പൊ അവരെങ്ങനെ ചേട്ടൻ ബഷിച്ചേട്ടൻ അങ്ങനെ വിളിച്ച്, നൗഷാദ് ചേട്ടൻ അങ്ങനെ വിളിച്ചേ ഞങ്ങൾക്ക് ശീലമായി അങ്ങനെ ചേട്ടൻ എന്ന് വിളിച്ചിട്ട്. ഇക്കാന്നൊന്നും ഞങ്ങൾ വിളിക്കാറില്ല അങ്ങനെ. പക്ഷെ ആ വരുന്ന ആളുണ്ട്, അതാണ് മൊയ്തുക്ക. ആളെ ഞങ്ങൾ മൊയ്തുക്കാന്ന് തന്നെ വിളിക്കാറ്. ആള് മിച്ചറ് കൊക്കുവട ഇതൊക്കെ ഉണ്ടാക്കണേല് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടാ. ഇപ്പൊ ഇല്ല, പണ്ട്. അയ്യോ ഇപ്പില്ല. ആള് പിന്നെ ഗൾഫിലേക്കൊക്കെ പോയി. അപ്പൊ ഞങ്ങള് പിന്നെ അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ആളുടെ അടുത്തു നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കാറ്. അതാണ് മൊയ്തുക്ക. അയ്യോ ക്രിസ്റ്റി മത്സരിച്ചും പോയി, മിണ്ടാണ്ട് പോയി. അവര് പോയത് കണ്ടില്ല, അല്ലെങ്കിൽ അവരെ പിടിച്ച് നിർത്തായിരുന്നു നമുക്ക്. അതെ, പൊണ്ണന്താല കാണാൻ പോവാ. ലൈറ്റ് ഇടും പറഞ്ഞിട്ടുണ്ട്. ആ ശരി ബൈ. ലൈറ്റ് ഇടുന്നതിലും മുന്നെടുക്കണം. അപ്പൊ ഞങ്ങള് നമ്മുടെ പാറപ്പുറത്തെ അത്ഭുതം, ലോക അത്ഭുതം കാണിക്കാൻ പോവാണ്. ആൾക്കാർ കഴിഞ്ഞിട്ട് വേണം ഹെൽമെറ്റ് വയ്ക്കാനായിട്ടേ. അവള് നടന്നു വരും. ഞാൻ നടന്നങ്ങോട്ട് വരാം. അപ്പൊ നമുക്ക് നടന്നിട്ട് അങ്ങോട്ട് പോവാം. തുന്തുരോടി ചേട്ടാ വരണ്ട, അമ്മ അങ്ങോട്ട് വരണ്ട. അല്ല തുന്തുരോടി ഉണ്ടെന്ന്. തുന്തുരിന്റെ ബിരിയാണി ഭയങ്കര ഹിറ്റായിട്ടാ. കൊറേ പേര് പരീക്ഷിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെറിയേട്ടൻ അതില് മത്തങ്ങ ഇട്ടിട്ട് ചെറിയേട്ടന്റെ വക കുറെ സാധനങ്ങൾ ഇട്ടു ഉത്തറ. അപ്പൊ പിന്നെ എങ്ങനെയാ ടേസ്റ്റ് കിട്ടല്ലേ? അല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആളുടേതായ കുറെ സാധനങ്ങൾ അതിൽ ചേർത്തു. മത്തങ്ങ ചേർത്തു. പിന്നെ ദിവ്യം പറയണ്ടേ ചോളം കപ്പലടി ചേർത്താ. ജഗ്ഗു അച്ചാച്ചനോട് വരാൻ പറ്റുമോ ചോദിച്ചു നോക്കിയേ.
അച്ഛനെ ഒരു കഫക്കെട്ടും പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചുമ പിടിച്ചു, നിർത്താണ്ടുള്ള ചുമ രാത്രിയും പകലും. അപ്പം അച്ഛൻ ഉറക്കല്ലാണ്ടേ ഭയങ്കര ക്ഷീണമായി. അപ്പം അച്ഛൻ മുകളിലിരിക്കുക. അച്ഛൻ ഈ ഇതിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളാണ് ഈ പുൽക്കൂടിൻ്റെ. അപ്പം അച്ഛൻ വേണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയിൽ ഒന്ന് വിളിച്ചു നോക്കിയാൽ അച്ഛൻ വരുമെന്ന് ചോദിച്ചു നോക്കിയേ. ഉറങ്ങി അപ്പോഴേക്കും ഇപ്പം ഞാൻ വർത്താനം പറഞ്ഞാണല്ലോ അച്ഛനോട്. ഇതേ ആ നമ്മുടെ ഈ പാറപ്പുറത്തിനെ കുറിച്ചിട്ട് ചേട്ടൻ പറഞ്ഞല്ലോ. അവിടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാ ക്രിസ്മസിനും പുൽക്കൂടുണ്ടാക്കും. വലിയൊരു ആഘോഷമാണ് ഇവിടുത്തെ. എല്ലാ നാട്ടിലും ഓരോ പാലം, ഇപ്പം നമ്മുടെ അവിടെ ഒരു പാലല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാവുമല്ലോ. അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ കൂടിയിരുന്ന് വർത്താനം പറയണം. എന്ന പോലെ ഞങ്ങളുടെ ഇവിടുത്തെ ഈ പാറപ്പുറമാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായവരും ഒക്കെ ആണുങ്ങൾ ഒക്കെ കൂടി ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. അപ്പം അങ്ങനെ ഇവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് താജ്മഹലൊക്കെ ഉണ്ടാക്കിയത് നല്ല ഓർമ്മയുണ്ട്. താജ്മഹൽ വലുതായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതുപോലെ വാർത്തയൊക്കെ വലിയ വാർത്തയായിരുന്നു, പത്രത്തിലും ഇതിലൊക്കെ ടി വിയിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അന്നിങ്ങനെ മറ്റേ ഈ ഏഷ്യാനെറ്റ് പൊട്ടച്ചീനമാണല്ലേ, ഏഷ്യാനെറ്റ് അങ്ങനത്തെ കേബിൾ ടി വി ഒന്നുമില്ല ആ സമയത്ത്. പത്രത്തിലൊക്കെ ഫോട്ടോയും വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ അത് നിർത്തി. ഇവിടെ പിന്നെ പുൽക്കൂടൊന്നും ഉണ്ടാക്കാണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ കൊല്ലം ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ കൂടി ചേർന്ന് പുൽക്കൂടുണ്ടാക്കി. അത് വലിയ വാർത്തയായി. അപ്പോൾ വരുന്നില്ലേ ശശൻ? അപ്പൊ ഇതിനു മുമ്പേ അപ്പൊ ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ സോളിഡയർ എന്ന് പറഞ്ഞ ടി വി ആയിരുന്നു. സോളിഡയർസ് ടി വി. അത് സർവീസിങ് സെന്റർ എന്ന് പറഞ്ഞത് ഇതാ ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്. ഈ നക്ഷത്രം ഞാറ്റിട്ടുണ്ട് അതിന്റെ മുകളിൽ സോളിഡയർ ടി വിയുടെ സർവീസ് സെന്റർ. അയ്യോ വിനോദ് ചേട്ടനാ. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ സരിതർ ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ വീട് ഇവിടെ ആണെന്നുള്ള രീതിയിൽ തൊട്ടടുത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് സോളിഡയർ ടി വിക്ക് കംപ്ലൈന്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ നമ്മൾ വിളിക്ക് വരാം. ഇപ്പോഴും അതിന്റെ റിപ്പയറിങ് കാണാം അല്ലേ? കാണിച്ചു തരാം. അതായത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാന്നറിയത്? 1990-ലൊക്കെ 91 എത്ര കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് അറിയില്ല. റിപ്പയറിങ് ഇതാണ്. ബാബുവേട്ടനില്ലേ അതില് ടീമില്? അപ്പൊ ആയോട്ടാ പോവാ, ഓട്ടണ്ട. വാ അപ്പൊ നമുക്ക് പാടാം. മനസ്സിലായില്ലേ? ശരി. ഇവരൊക്കെ നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കളാണ് കേട്ടാ. ഇതല്ലേ നടന്ന സരിത? സോളിഡയറിൻ്റെത് ഏതായിരുന്നു ബിൽഡിങ്? ഇതല്ലേ സോളിഡയർ ടി വി അതായിരുന്നു ഇതിട്ടാ. അപ്പൊ അത് പെയിന്റ് അടിച്ച് പോയി അങ്ങനെ ഒരു ഇത്. അപ്പൊ സരിതയുടെ വീട് മനസ്സിലായില്ല. വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്. ഇത് തങ്കമണിന്ന് കേറി വരുന്ന വഴിയാട്ടാ. തങ്കമണി ഇറക്കത്തുനിന്ന് കേറി വരുന്ന വഴിയാണ്. ഈ കയറ്റം ഇങ്ങനെ കേറി വണ്ടിയുടെ എന്തിട്ട് പറഞ്ഞ അതിനിങ്ങോട്ട് നീക്കിയെടുത്താ വണ്ടിയിൽ വരുന്നു. അപ്പൊ ഇതിലാണ് നമ്മള് കോഴിക്കോട് കൊണ്ടുപോയത്. ഈ വഴി നമ്മുടെ വീടിന്റെ ബാക്കിലേക്ക് പോകും. ആ ഫ്ലാറ്റുകളൊക്കെ വീടിന്റെ ബാക്കിൽ. സൗഹൃദ അപ്പാർട്ട്മെന്റ് നമ്മുടെ നാട്ടിലൊരു ഇഷ്ടം പോലെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പരിചയപ്പെട്ടിട്ടില്ല. ഇതാണ് തങ്കച്ചൻ ചേട്ടൻ. അതിനെന്താ കുഴപ്പം? ചായ ഉണ്ടെങ്കിൽ തായോ? ചായ കഴിഞ്ഞ പടത്തലോളത്തിന്റെ അവിടെയാണ് ആളുടെ വീട്. ഇത് വെറുതെ ഞങ്ങള് ഈ പുൽക്കൂട് ഷൂട്ട് ചെയ്യാൻ വന്നതാ. ഭീകരവാദിയെ കണ്ടാലും തോന്നും. ചായ വെക്കാൻ പോയിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് വരാം. എവിടെ വരെ പോവും? ജയ് ഹിന്ദ് വരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വരില്ല. ഇത് എന്താ ഉഷ്ണിക്കണ്ട? ചായയും കടിയില്ല ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ആള് വരണേ. നമ്മളാണെങ്കിൽ ഇന്ന് ചായ കുടിക്കാണ്ട വരണേ. കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ചായ. അതെ ഇല്ലാന്നല്ല പറഞ്ഞേ. ചെളിയാ? തെളി. ചുക്കാപ്പിയാ നമ്മളിവിടെ പന്തികളിന്റെ സമയത്ത് ഒരു മാസം കൊടുത്തതല്ലേ? അതെ
പന്ത് കളി ഉണ്ടാകുമ്പോ ഇവരിവിടെ വലിയ അല്ല ഇവര് ഈ രാത്രി ഇത് ഉണ്ടാക്കുമ്പോ കൊണ്ടു കൊടുക്കായിരുന്നില്ലേ ചുക്ക് കാപ്പി? അത് ഞങ്ങൾ എന്റെ അച്ഛന് മഞ്ഞുകൊണ്ട് ചുമ മാറുന്നില്ല. ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടല്ലോ. ഉവ്വ. ഞങ്ങളാണ് അത് പണിത്. അതില് ഇതുണ്ടാക്കണേല് തങ്കച്ചൻ ചേട്ടനും ഉണ്ടായിരുന്നാ? ഇല്ല പിന്നെ ആ ഞാനല്ലേ ഇത് പണിത്. അശ്ശോ, ഇനി നമുക്ക് ഇവിടുന്ന് പോവാന്ന് വെച്ചാ. അപ്പൊ പ്രധാന ശില്പി നമ്മൾ ഇപ്പോഴാണ് കണ്ടെത്തിയത്. ജോൺസൺ ആട്ടാ, പ്രധാന ശില്പി ജോൺസൺ. ആ ജോൺസൺ ചേട്ടാ ഇവിടെ ആള് തെളിഞ്ഞിക്ക് എടുത്തായിരുന്നു ചുക്ക് കാപ്പിയുടെ. ആ പറയും കാപ്പി എങ്ങനെ പറയും അത് പറയും. ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറയും. ഉള്ള അങ്ങനെ പറയണം, അതിന് വേണ്ടി ഞാൻ തരണത്. അതെ ഇത് പിടിക്കും ആ അടുത്ത ഞാൻ വേറെ കൊടുക്കാട്ടാ. ആ ചുക്ക് കാപ്പി കഴിഞ്ഞ കഴിഞ്ഞാടാ അത് അപ്പം എടുക്കാൻ പറ്റില്ല. ആ നല്ല രസമുണ്ട്. കലങ്ങലല്ലേ, കലങ്ങി. എരിവുണ്ട് എരിവ്. കുടിച്ചു നോക്കിയ കഴിഞ്ഞടാ അടിപൊളിയാ, അടിപൊളി ചുക്ക് കാപ്പി. കുറച്ച് കൊടുക്കും. ജലിച്ചേട്ടനോട് ഒരു ഗ്ലാസ്. അച്ഛന് വേണ്ടെന്നുണ്ട്. എനിക്ക് വേണ്ട. ജലിച്ചേട്ടനോട് വേണ്ട വേണ്ട വേണം ചുക്ക് കാപ്പി വേണം. കൊടുക്കണ്ട, കൊടുക്കണ്ടെന്ന് ജലിക്ക് കൊടുക്കണ്ട. ഉണ്ട് ഉണ്ട്. ആ ജലി ചേട്ടന് ദേ വേറെ എടുക്കുന്നുണ്ട്. വേണം ചേട്ടന്. കുടിച്ച് നോക്ക്, ടേസ്റ്റ് നോക്ക്, ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ പുൽക്കൂടിന്റെ പ്രധാന ശില്പിയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, ജോൺസൺ ചേട്ടൻ. അപ്പോൾ ഈ പുൽക്കൂടിന്റെ പകലത്തെ ഒരു വ്യൂ കാണിച്ചു തരാനാണ് നമ്മൾ ഈ വെളിച്ചത്തിൽ വന്നേട്ടാ. വൈകുന്നേരമാണ് മറ്റവരൊക്കെ എടുത്ത് രാത്രി കാണാനാണ് ഇതിന്റെ ഗ്ലാമർ. രാത്രി ഇതിന്റെ ഇത് മാറും. ഇത് പറയാ എന്താ പറയാ ചേട്ടാ, റേഞ്ച് മാറും. അതന്നെ. അപ്പൊ ഇത്തിരി ഒന്ന് ഇരുട്ടാവട്ടെ, അവ ലേറ്റ് ഇടുമ്പോ കാണാട്ടാ. അപ്പൊ നമ്മള് തങ്കച്ചൻ ചേട്ടന്റെ ചുക്ക് കാപ്പിനെ കുറിച്ചിട്ട് പേപ്പറിലൊക്കെ വന്നിട്ട് ഇത്രേ. അപ്പൊ അതൊക്കെ കുടിച്ചു ഉഷാറായി. അപ്പൊ ജോൺസൺ ചേട്ടൻ വന്നു. ജോൺസൺ ചേട്ടനാണ് ഇതിന്റെ മെയിൻ ശില്പി. ആ ജലിച്ചേട്ടന്റെ ബിരിയാണി പേപ്പറിൽ വന്നിട്ടില്ല, പക്ഷെ യൂട്യൂബിൽ ഹിറ്റായി. അപ്പൊ പറഞ്ഞോ എന്താണ് ഈഫൽ ടവർ മതി ഇത് തീരുമാനിക്കാൻ കാരണം? ഇത് 40 വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ളതാണ്. അതറിയാം, എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ പള്ളികൾ ചെയ്തു തുറന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മതേതരത്വത്തിന്റെ രൂപത്തിൽ നമ്മള് താജ്മഹൽ പറഞ്ഞത്. അത് അതെനിക്ക് ഓർമ്മയുണ്ട്. ബാബറി മസ്ജിദ് അവിടെ പൊളിക്കുന്ന ടൈമിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അത് മനോരമയിലേക്ക് വന്ന് ഫേമസായി ജനം ഇങ്ങനെ ഒഴുകി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇന്ത്യ ഗേറ്റ് പണിതു. അതെനിക്ക് ഓർമ്മയില്ലേ. പിന്നെ താജ് ഹോട്ടൽ പണിതു. അത് ഭീകരാക്രമണം നടക്കാനാണ് ആ സമയത്ത് അവിടെ നടന്നില്ലേ. അപ്പൊ അതിന്റെ ഉള്ളിൽ അല്ല, നിങ്ങൾ പണിതതിന് ശേഷമല്ലോ ഈ ആക്രമണം നടന്നത്? അല്ല, അതിന് മുന്നിന്. അപ്പൊ അതിന്റെ പറയാൻ അല്ല, ഇനിയിപ്പോ ഈഫൽ ടവറിന് എന്തിട്ടാണോ പറ്റാന്ന്. പിന്നെ ക്രെംലിൻ റഷ്യയിലത്തെ പണിതുണ്ട്, ആ ടവർ പണിതുണ്ട്. അങ്ങനെ മാറി 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 ഒരു അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ? കാണാനൊന്നുമില്ല. പിന്നെ ഒരു കാലഘട്ടത്തിൽ നിർത്തി അല്ലേ, ഉണ്ടാക്കാറില്ലല്ലോ. 5 വർഷം നിർത്തി. അത് ലാസ്റ്റ് ഇത് പണിതു, മറ്റേ താജ് ഹോട്ടൽ പണിതിട്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ആരുമില്ലല്ലോ, പല ആളുകളൊക്കെ പോവല്ലേ. പിന്നെ പൈസയും വേണം, പൈസ ചെലവുണ്ട്. ഞാൻ ഇവരൊക്കെയുള്ള ആൾക്കാർക്ക് പിള്ളിട്ട് പുള്ളിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുകേഷ് ഏട്ടൻ വന്നു, ഇവിടുത്തെ കൗൺസിലറാണ് കേട്ടാ ആള്, ബിസി മാൻ. കണ്ണിലുണ്ണി. അതെന്താ വെച്ചാലേ ആള് ഇവിടുന്ന് സാധാരണ ജയിച്ചു പോണവരെ ആ ഏരിയയിൽ കാണാറില്ല. പിന്നെ അടുത്ത ഇലക്ഷനെ കാണുള്ളൂ. പക്ഷെ ആള് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. അതാണ് ആളുടെ പ്രത്യേകത. അല്ല, ആളുടെ വീട്ടിലല്ല, നമ്മുടെ എല്ലാ വീടുകളിലേക്കും. ഉത്സവ കാലങ്ങളായാലും ഓണാഘോഷമായാലും പുൽക്കൂടായാലും ഒരു കുറുക്കഞ്ചേരി തൈപ്പൂയം, അതായത് മതസൗഹാർദ്ദം. നമ്മൾ ഇവിടുന്ന് സ്ഥലമാണ്. ക്രിസ്മസ് ആയി കഴിഞ്ഞ ഒരു പുൽക്കൂട് പണിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു എൻ്റെ അറിവ് വെച്ചിട്ട് ഞങ്ങൾ പാറമേക്കാവ് ഇവർക്ക് കൊടകൾ പണിത് കൊടുത്തിരുന്നു. തുടക്കം പോലെ തൃശ്ശൂർ പൂരത്തിന് പണിത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ മതസൗഹാർദ്ദം തന്നെയല്ല, ഒരു സഹോദര ബന്ധം, സ്നേഹം
നമ്മൾ കൂട്ടായ്മ അത് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ വിജയിച്ച് പോവുള്ളൂ. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ നടത്താറ്. ഇവിടെ എന്തൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വക കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ കണ്ടംകുളങ്ങരത്തെ ഈ ദേശത്തുള്ള ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഒരുപോലെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് എല്ലാ കൊല്ലവും ക്രിസ്മസിന് പുൽക്കൂട് പണിയിലും അതിൻ്റെ ഇടവേളയ്ക്ക് ശേഷം നിർത്തലുണ്ടായി. അതിന് ശേഷം ഇപ്പോൾ ഒരു 2024 ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാവരും കൂടി കൂട്ടായ്മ ഒത്തുചേർന്നപ്പോൾ ഇവിടെ ഗംഭീരമായിട്ട് നമുക്കൊരു പുൽക്കൂട് കൊണ്ടുവരാനും ഇത് കാണാൻ നമ്മളെ പുറത്തുള്ള ആളുകളും അകത്തുള്ള ആളുകൾക്കൊക്കെ കാണാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. അതെ, അത് പറയാം. അത് ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തർ ഓരോ പടങ്ങൾ സെലക്ട് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് ഈഫൽ ടവർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ജോൺസന്റെ നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ. അല്ല, ഇപ്പോൾ അതിൽ ഒരാളൊരു സാധനം കൊണ്ടുവരുമ്പോൾ അത് നല്ലതാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാന്നാണ് എല്ലാവരും. അതിൽ ജോൺസൺ ഇങ്ങനെ ഒരു സംഭവം വെച്ചപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി എല്ലാവരും പിന്തുണച്ചു. ആളെ ഇതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തപ്പോൾ ആ സാധനം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ സാധനം മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ഈഫൽ ടവർ എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഈ സാധനം ചെയ്യണ്ടേ, ചെയ്യാനായിട്ടുള്ള ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കൗങ്ങിലാണോ ചെയ്തേക്കുന്നത്? അത് പറയാം. ഞാൻ കൗങ്ങിൽ ചെയ്തിട്ട് സിൽവർ പേപ്പർ ചുറ്റി വെക്കണം. അതിന് ആർക്കും കൗങ്ങെന്ന് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൗങ്ങാക്കിയതാ. മെറ്റലാകുമ്പോൾ നല്ലൊരു എമൗണ്ട് വരില്ല. അപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഉള്ള ആളുകൾ കുറച്ച് പൈസ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഫണ്ട് പറഞ്ഞ പോലെ ബുക്ക് കുറച്ച് ആൾക്കാർ സ്പോൺസർ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരെടുത്ത് ചോദിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ പൈസ എടുത്തു. അങ്ങനെ അത് വളരെ ഭംഗിയായി പോയി. പട്ടിക മറ്റേ കവുങ്ങ് അതുപോലെ തന്നെ മറ്റേ ഇതുണ്ടല്ലോ പ്ലൈവുഡിന്റെ ഇത്, പിന്നെ തെർമക്കോള്, അതിന് വേണ്ട മറ്റേ നെറ്റുകള്, പശ കാര്യങ്ങളൊക്കെ വലിയൊരു ചിലവുണ്ട് ഇതിന്. ഇത്രയും 1.5 മാസമായിട്ട് നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ ഈ 1.5 മാസം ഒരു 10 ആളെങ്കിലും ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 10 ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ആളുണ്ടാവും. അപ്പോൾ അതിൽ 2 ആൾ പോകുമ്പോൾ വേറെ 2 ആൾ വരും. അങ്ങനെ എല്ലാ ദിവസവും പറ്റുന്നില്ല. അപ്പോൾ ഒരു 10 ആള് 10-15 ആള് ഇതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ, ഒരു ഒത്തൊരുമ, നല്ല നിലയ്ക്ക് പോകണം എന്ന്, നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്നപ്പോഴാണ് ഒരു ദൈവാനുഗ്രഹം കൂടിയുണ്ട് ഈ ഇത് നിന്നത്. തങ്കച്ചനൊക്കെ ഇതിന്റെ പ്രധാനിയാണ്. അങ്ങോട്ട് 12-1 മണിയായിട്ടാണ് കിടക്കാറ്. ഇവിടെ എല്ലാവരും സൗണ്ട് അടഞ്ഞു. എല്ലാവർക്കും ചുമ കപക്കെട്ടൊക്കെ ആയി. കാരണം മഞ്ഞുകൊണ്ട് അച്ഛൻ തവിട് പൊടിയായി. ഭയങ്കര ചുമയായിരുന്നു. ഞങ്ങളുടെ പാറപ്പുറണത് കുറുക്കഞ്ചേരി പൂരം എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല, എൻ്റെ ചെറുപ്പത്തിലേക്ക് എല്ലാ ജാഥകളും ഇവിടുന്ന് പുറപ്പെടുക. അതിലൊരു പ്രത്യേക ഒരു പാരമ്പര്യം കൂടി ഉണ്ട് ഈ പാറപ്പുറത്തിന്. ഞങ്ങൾ ഓരോ കൊല്ലങ്ങളായിട്ടും ഓരോരോ ഐറ്റംസുകൾ മാറ്റി ഇങ്ങനെ ചെയ്തു വരാറുണ്ട്. താജ്മഹൽ, ഇന്ത്യ ടവർ, ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സൂത്രധാരനും ശില്പിയും ജോൺസണാണ്. ഞങ്ങളെല്ലാവരും കൂടി ആളുടെ മുമ്പിൽ പിന്നിലും മുമ്പിലൊക്കെ ആയിട്ട് നിന്ന് ആളെ പൊക്കി കൊടുത്ത് ഇതിന്റെ പിന്നിൽ ഇത് നിർത്താനുള്ള കാരണം ഇതിന്റെ പിന്നിലുള്ള ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഭൂമി വിറ്റുപോയി. പിന്നെ ഇതില് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു 5-6 ആള് നമ്മുടെ ഈ ഇതിൽ വരുന്ന ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകൾ പ്രായമായിട്ടും സുഖമില്ലാണ്ടൊക്കെ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇത് അവിടെ നിന്ന് പോയത്. ഇപ്പോൾ രണ്ടാമതൊരു ഉണർവ് വന്നിട്ടുണ്ട്. ഇത് ഇനി ഇങ്ങനെ തുടർന്ന് പോവും. പുതിയ തലമുറ എന്തായാലും തുടർന്ന് പോവും. മതസൗഹാർദ്ദമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രധാനം. ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ജാതി മതമൊന്നുമില്ല. ക്രിസ്ത്യൻ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. എല്ലാവരും കൂടി കൂട്ടമായ രാഷ്ട്രീയം എല്ലാവർക്കും ഒറ്റയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലർ ഞാനും ഒരു തല്ലോടും. അത് ഒറ്റയ്ക്ക് വേറെ. ഞങ്ങൾ കൂട്ടായിട്ടൊരു പരിപാടി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയമില്ല, ജാതിയും. ഞങ്ങൾ മനുഷ്യന്മാർ മാത്രം.
5-6 മനസ്സുമില്ല, ഒരു മനസ്സ് മാത്രം. ബെൽറ്റിൽ കയറിയിട്ടുണ്ടാവില്ല ബെൽറ്റിൽ മുകളിൽ കയറി. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ വിജയൻകുട്ടി ഇല്ലെങ്കിൽ ഇത് പൊന്തില്ല. അവനാണ് ഐഡിയ മാത്രം പോരല്ലോ, പണിയെടുക്കാൻ ആള് വേണ്ടേ? അച്ഛൻ പറഞ്ഞില്ലേ ഇതില് മെയിൻ അവനാ. അപ്പൊ ഇങ്ങനെ പണിതൊക്കെ വിജയൻകുട്ടിയേട്ടനാണ്. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, എല്ലാവരും സഹകരണം, മുകേഷേട്ടന്റെ അനിയനാണ് കേട്ടോ വിജയൻകുട്ടിയേട്ടൻ, തൊട്ടപ്പുറത്ത് വീട്. എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരേ ചങ്കിലുള്ള പ്രവർത്തനമാണ് ഈ സാധനം ഇന്ന് ഇവിടെ കയറിയത്. എല്ലാവരും മുകളിലേക്ക് നമുക്ക് ക്രെയിൻ വേണ്ടി വന്നു, കയറാനായിട്ട് നമ്മൾ ശ്രമിച്ചു, നമ്മൾ കയറി ചെയ്തു, ക്രെയിനൊക്കെ കൊണ്ടുവന്നു. അതായത് ഇത് 30 അടിയാണ് ഹൈറ്റ്. ഇതിന്റെ ഘട്ടങ്ങള് പണിയണ ഘട്ടങ്ങൾ ഇടയിലിടയിൽ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു അല്ലേ? അടുത്ത വർഷം നമുക്ക് മുന്നേ തന്നെ, അടുത്ത വർഷം ഈ നടുവില് പാർട്ടിങ് 2 പീസാ. പൈപ്പ് ഫിറ്റിങ്, പൈപ്പായിട്ട് ഇങ്ങനെ ഇറക്കിയതും ഒക്കെ 4 ഭാഗത്തുനിന്ന് ഇറക്കിയതും അതൊക്കെ അങ്ങനെ ചെയ്ത അതൊക്കെ അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു. നമ്മൾ നല്ല ഇരുട്ടാവുമ്പോഴാണ് അതിന് ലൈറ്റ് ഇടുമ്പോൾ ഭംഗി വരാം. അപ്പം അതിനുവേണ്ടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് സമയം പോകാൻ ഒരു എൻ്റർടൈൻമെൻറ്റ്, പ്രയാഗ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഈ പാട്ടിന് ഏതെങ്കിലും പാട്ടുമായിട്ട് സാമ്യം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം കേട്ടോ. കേട്ട് കഴിയുമ്പോൾ പാടിക്കോ. അങ്ങ് വാനകോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെച്ചില ചെല്ലവുമായി താനെ വരുന്നു കറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ, താരക്കൊടത്തുള്ളര ചെലപ്പും വെച്ചില ചെല്ലത്തിലും, ഭൂമിയെ പടമുടും അത്രയോ വെച്ചിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ വിരി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൻ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഇവിടെ പാട്ടുകളുണ്ടല്ലോ, എല്ലാതും ലിറിക്സ് കഴിഞ്ഞിട്ടില്ലേ? തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ. മതി മതി മതി, അത് മതി, അത്ര മതി. വാവേരെ പാട്ട്, പ്രയാഗയുടെ പാട്ട് കേട്ടില്ലേ? ഇവിളില്ലേ പാട്ടുകൾ ഇങ്ങനെ ഓരോ സിനിമകളിലത്തെ പാട്ടുകൾ എല്ലാതും ഇങ്ങനെ എങ്ങനെയാണ് ഈ ലിറിക്സ് ഒക്കെ ഇങ്ങനെ പഠിക്കണം, ഈ വരികളൊക്കെ കേട്ട് 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 പഠിക്കുക. എല്ലാം കംപ്ലീറ്റ് പഠിക്കും. എങ്ങനെയാണാവോ? എന്നിട്ട് അതിങ്ങനെ പാടും. ഒറിജിനൽ പാട്ടായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ചില സമയത്ത് പാടുന്ന കേൾക്കാം അല്ലേ? പിന്നെ കുറേ സാധനങ്ങളും കൂടി ആൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതും അച്ചാച്ചൻ്റെ ഐഡിയ കിട്ടിയേക്കണേന്ന് തോന്നുന്നുണ്ട് പ്രയാഗയ്ക്ക് ഓരോന്നുണ്ടാക്കാൻ. പേപ്പറുണ്ട്, അതന്നെ. ഇപ്പൊ പേപ്പർ ഉണ്ടല്ലോ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ആ പേപ്പറുണ്ട്, അതൊക്കെ നമുക്ക് ഒരു ദിവസം കാണിക്കണം കേട്ടോ. ഇനി തെർമോകോളോണ്ടൊക്കെ ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടേക്ക്. എന്തിനു കരഞ്ഞേ? കേടായപ്പോ എന്തിനാ കരയണേ? വീണ്ടും ശ്രമിക്കണം, കരയാൻ പാടില്ല. എന്തിട്ടുണ്ടാക്കിയത്? ആ റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി വെച്ചേക്കണത് അത് ഞാൻ കണ്ടു. റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി വെച്ചേക്കണത് തെർമോകോൾ കൊണ്ട്. പിന്നെ എന്നിട്ടാ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം അല്ലേ? സ്പോഞ്ച്. അത് പല്ല് 2 പല്ല് പോയ കാരണം കൊണ്ടാണ് ശരിക്കും സ്പോഞ്ച്. ഓക്കെ. ഈ പാറപ്പുറത്ത് പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലേ ഇത് കാണാനായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇവിടത്തെ പോലെ തന്നെ അത്ഭുതത്തോടു കൂടി ആളുകൾ കാണുന്ന ഒരു പുൽക്കൂടാണ്
ആ വീട്ടിലത്തെ സാംസൺ ചേട്ടൻ്റെ വീടാണത്. എല്ലാതും ഇല്ലേ ഭയങ്കര അതിശയിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും ആളവിടെ ഉണ്ടാക്കുക. അപ്പം അതും ഇങ്ങനെ നമ്മളിവിടെ നിന്ന് റോട്ടിൽ നിന്നാ കാണുള്ളൂ കേട്ടോ, ഉള്ളിലേക്ക് കയറാറില്ല. അപ്പം അങ്ങനെ നമ്മൾ പുൽക്കൂടൊക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ വിജയൻകുട്ടി ഏട്ടൻ്റെ പിള്ളേര് സൂര്യതേജ, വരുൺ തേജ, അങ്ങനെ 2 പേരും കൂടിയിട്ട് ഇവിടെ എന്തൊട്ടിൻ്റെ പേര് തിമില ചിതോ അതവർ ഇതാക്കാൻ പോവാട്ടാ, കൊട്ടാൻ പോവാണ്. അരങ്ങേറ്റം കഴിഞ്ഞതാ, 2 പേരും അരങ്ങേറ്റം കഴിഞ്ഞാ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ.